ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ സ്പ്രിംഗ് റോളാണ് തയ്യാറാക്കുന്നത്. പുറമേ ക്രിസ്പിയും ഫില്ലിങ്സിൽ നല്ല സോഫ്റ്റായിട്ടുള്ള മസാലയുമാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു കടായി ഗ്യാസ് ടോപ്പിൽ വച്ചതിന് ശേഷം ആദ്യം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് ബാക്കി ആവശ്യത്തിനുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഫില്ലിങ്സിന് ആവശ്യമുള്ള സവോള ചേർത്തൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അത് നന്നായി വെന്ത് വന്നതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ആഡ് ചെയ്യാം. ഞാൻ എരിവിന് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി ഇതൊക്കെയാണ് മസാലയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴട്ടിയെടുക്കാം. അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായി ഇതിലോട്ട് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ചിക്കൻ സ്പ്രിംഗ് റോളിനുള്ള ഫില്ലിങ്സ്. ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ശേഷം ഇത് റോൾ ചെയ്തെടുക്കാനുള്ള ഡോ തയ്യാറാക്കാം. അതിന് മൈദയും ഉപ്പും വെള്ളവും ചേർത്ത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ച് നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഈ രീതിയിലും ചെയ്യാം, അല്ലെങ്കിൽ മൈദാമാവ് ദോശമാവിൻ്റെ മിക്സ് പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നൈസായിട്ട് ചുട്ടെടുത്തിട്ട് അതിലോട്ട് ഫില്ലിങ്സ് വെച്ചും ചെയ്തെടുക്കാം. രണ്ട് രീതിയിലും ചെയ്തെടുക്കാം. ഫില്ലിങ്സൊക്കെ വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എഗ്ഗും ബ്രെഡ് ക്രംസും കൂടി വേണം. ഞാനിതിലേക്ക് ഒരു എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. 4-5 ബ്രെഡ് പീസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി റോൾസൊക്കെ ഓരോന്നോരോന്നായി എഗ്ഗിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഓയിലിന് അധികം ചൂട് വേണ്ട, ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.